ഭാരതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വളരെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. സുപ്രധാനമായ തീരുമാനങ്ങളാണ്. എന്നാൽ ആ തീരുമാനങ്ങൾക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല. കാരണം അത്രത്തോളം കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു തീരുമാനം വന്നിരിക്കുന്നു. അതായത് ഏറ്റവും അധികം പ്രവാസികളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. സീസണുകൾക്കനുസരിച്ച് ഈ വിമാന കമ്പനികളൊക്കെ കൊള്ള ലാഭമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് പറ്റില്ല. ആ പരിപാടി ഇനി ഇവിടെ വേണ്ട, ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറയുന്നത് പോലെ ഗവൺമെൻറ് ആ ഒരു തീരുമാനം, സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നു. തോന്നുംപടി വിമാന ചാർജുകൾ കൂട്ടാൻ കഴിയില്ല. ഉള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ സത്യത്തിൽ ഈ ഒന്നാം പേജിൽ അച്ചു നിരത്തി ആഘോഷിക്കേണ്ട ഒരു വാർത്തയാണത്. കാരണം പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ, മലയാളികളാണ് ഏറ്റവും കൂടുതൽ പുറത്തു പോയി ജീവിക്കുന്നത്. അവരേറ്റവും കൂടുതൽ പിഴിയുന്നത്, ഉപദ്രവിക്കുന്നത്, അവരുടെ മുഴുവൻ സമ്പാദ്യവും കൊണ്ടുപോകുന്നത് ഈ വിമാന കമ്പനികളാണ്, കൊള്ളയടിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വിമാന കമ്പനികളൊക്കെ സ്വകാര്യ കമ്പനികളുമാണ്. അപ്പോൾ സ്വകാര്യ കമ്പനികൾ മത്സരിച്ച് വില കൂട്ടുക. എപ്പോഴാണ് കൂട്ടുക? കൂടുതൽ ആവശ്യമുള്ളത് എപ്പോഴാണോ? പാവങ്ങൾ മുഴുവനും എങ്ങനെയെങ്കിലും ഓണത്തിന് വന്ന് കൂടണമെന്ന് തീരുമാനിക്കുമ്പോഴാണ് ഈ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള കൂട്ടുന്നത്. അല്ലെങ്കിൽ അവിടെ സ്കൂൾ ഇവിടെ അവധിക്ക് വരുന്ന സമയത്ത്, അവിടെ സ്കൂൾ അടച്ചിട്ട് ഇങ്ങോട്ട് അവധിക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ അവധി അവസാനിച്ചിട്ട് അവിടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊള്ളയടിക്കുകയാണ് സത്യത്തിൽ തോന്നിയ പോലെ. അതായത് ഒരു നിലവാരമില്ല, നിശ്ചയമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ല എന്ന് പറഞ്ഞ പോലെ. എങ്ങനെയാണ് ഇപ്പം ഞാൻ ഒരു മാസം മുമ്പ് ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ദുബായിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇത്ര റേറ്റ് കാണിക്കും. അതിന് തന്നെ ഞാൻ അടുത്ത ആഴ്ച നോക്കുമ്പോൾ ആ സാധനത്തിന് ഇരട്ടിയായിട്ടുണ്ടാവും. പോകാനായിട്ട് ഏതാണ്ട് യാത്രയോട് അടുക്കുമ്പോൾ നോക്കുമ്പോൾ 3 ഇരട്ടിയായിട്ടുണ്ടാവും. ഇങ്ങനെ തോന്നിയ പോലെയാണ്. ഒരു 6000-നും 7,000-നും പോയിരുന്ന ഈ ഗൾഫിലേക്കാണ് ഇപ്പോൾ 25,000, 30,000 അതിലേറെയൊക്കെ വാങ്ങിക്കുന്നത്. അത്തരത്തിലുള്ള കൊള്ളയാണ്. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്, ഞാൻ കാണുന്നൊരു ഗുണം, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ജനങ്ങളുടെ ശരിയായ വികാരം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ രാഷ്ട്രീയക്കാരൊന്നും പോയിട്ട് ഇത് കൃത്യമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടാണ്. അതായത് ഗ്രാസ് റൂട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന്, ഈ പ്രവാസികളിൽ നിന്ന് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ മുദ്രാവാക്യം. ഇപ്പോൾ എന്താണ് പറയുക, വൺ പെൻഷൻ സ്കീം വന്നില്ലേ, 1 നേഷൻ 1 പെൻഷൻ. ഇപ്പോൾ അതിനുശേഷം നമ്മൾ കേട്ടത് 1 നേഷൻ 1 ഇലക്ഷൻ, 1 ഇന്ത്യ 1 ഇലക്ഷൻ. അത്തരത്തിൽ മുദ്രാവാക്യം. എനിക്ക് തോന്നുന്നു അതൊന്നും സാധാരണക്കാരെ അത്രയേറെ ബാധിക്കും. ഇലക്ഷൻ 5 കൊല്ലത്തിലൊരിക്കൽ ഒരുമിച്ച് നടന്നാൽ എന്ത്, അവരെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തെ ബാധിക്കുന്നില്ല. അത് പെൻഷൻകാർ എന്ന് പറയുന്നത് താരതമ്യേന പൊതുജനങ്ങളെ പരിഗണിക്കുമ്പോൾ താരതമ്യേന ചെറിയൊരു സമൂഹമാണ്. അതൊന്നും സാധാരണക്കാരൻ്റെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ മുദ്രാവാക്യം 1 റൂട്ട് 1 ഫെയർ എന്ന മുദ്രാവാക്യം വെക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് തീരുമാനമാണത്. ഇന്ത്യ ഗവൺമെൻറ് വ്യോമയാന മന്ത്രി ഇപ്പോൾ റാംമോഹൻ നായിഡുവാണ്. റാംമോഹൻ നായിഡു തെലുഗുദേശത്തിനാണ് വ്യോമയാന സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ന് മുതൽ ഒക്ടോബർ 14 വെച്ച് ഇന്നത്രയാ 18 4 ദിവസം 3 ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നോക്കുമ്പോൾ മലയാള പത്രങ്ങൾക്കൊന്നും ഇത് ഇപ്പോഴും വാർത്തയല്ല. അവർക്ക് മറ്റുള്ള ചില താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. എത്ര ദയനീയമാണെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ അവർക്ക് പ്രൊമോട്ട് ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനം കൂടിയുണ്ട് എന്നുള്ളതാണ് തോന്നാറുള്ളത്. സത്യം എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ഞാൻ എപ്പോഴും ഇവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ ക്രിയാത്മകമായി വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മാർഗം? നല്ലത് ജനങ്ങൾക്ക് തരുമ്പോൾ അതിനെ കൈയടിച്ച് സ്വീകരിക്കുക, 4 കൈയും കൊണ്ട് ക്ലാപ്പ് ചെയ്യുക. എന്നാലല്ലേ നരേന്ദ്രമോദിജി അങ്ങ് ചെയ്യുന്ന ഇന്ന കാര്യം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ജനവിരുദ്ധമാണെന്ന് പറയാൻ പറ്റുള്ളൂ. നല്ലതിനെ അംഗീകരിച്ചാലല്ലേ ചീത്തയെ നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ. ഇതിനെ അംഗീകരിച്ചില്ലെങ്കിൽ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിക്കോളൂ. മലയാളി സമൂഹം ഇതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ഇനി എന്തിനാണ് അവർ അംഗീകരിക്കാൻ പോണത്? ഇപ്പോൾ 1 റൂട്ട് 1 ഫെയർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അപ്പോൾ ഈ ഹിന്ദിയിൽ വേറെ മുദ്രാവാക്യം ഫെയർ സേ ഫുർസത്ത് എന്നാണ്. ഫുർസത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആശ്വാസം, ലെഷർ. അപ്പോൾ ഈ വിമാന കമ്പനികളുടെ ചാർജ് കൊള്ളയിൽ നിന്ന് ആശ്വാസം എന്നാണ് ഹിന്ദിയിൽ മുദ്രാവാക്യം. ഇംഗ്ലീഷിൽ തീർച്ചയായിട്ടും 1 റൂട്ട് 1 ഫെയർ, സിമ്പിളാണ് മുദ്രാവാക്യം. ഒരു റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ആ റൂട്ടിൽ ഇത്ര ദൂരത്തേക്കുള്ള യാത്രയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് വിമാനത്താവളത്തിലേക്കുള്ള റൂട്ട്, ആ ദൂരം ഒരിക്കലും മാറുന്നില്ല. വിമാനച്ചെലവ്, ഇന്ധനച്ചെലവ് കൂടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ റേറ്റ് നാളെ ഇരട്ടിയാവുക, മറ്റന്നാൾ 3 ഇരട്ടിയാവുക? കൊള്ള ലാഭം എന്നല്ല അതിൻ്റെ പേര്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ 6,000 രൂപ കൊണ്ട് പോയി വരാവുന്ന ഒരു റൂട്ട് തന്നെയാണ് 18,000, 25,000 വാങ്ങുന്നത്. എത്രയാ ലാഭം?
ഇതിൻ്റെ ഏതെങ്കിലും വിഹിതം അവിടുത്തെ ജീവനക്കാർക്ക് കിട്ടുന്നുണ്ടോ? ഈ കൊള്ള ലാഭത്തിൻ്റെ വിഹിതം അതെ. ജീവനക്കാർക്ക് കിട്ടുന്നുണ്ടോ? ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ടോ? ആദായ നികുതിയിൽ എവിടെയും കിട്ടുന്നില്ല. ഇത് കിട്ടുന്നത് ഈ കമ്പനികൾക്ക് മാത്രമാണ്. മാത്രമല്ലല്ലോ മാഷെ, ആഗ്രഹിച്ചിരുന്നിട്ട് ഒരു സീസണിൽ, അതായത് ഓണത്തിനെത്താം അല്ലെങ്കിൽ പെരുന്നാളിനെത്താം എന്ന് കരുതിയിരിക്കുന്ന എത്രയോ പ്രവാസികളാണ് ഈ ഫെയർ ചാർജ് ഇങ്ങനെ കൂട്ടുമ്പോൾ എന്താ പറയുക, അടിസ്ഥാന ശമ്പളത്തിലൊക്കെ പണിയെടുക്കുന്നവനായിരിക്കും. എങ്ങനെയാണ് താങ്ങാൻ പറ്റില്ല. അപ്പൊ അവൻ നാളെ എന്നുള്ള സ്വപ്നം മാറ്റി. ഓണം വേണ്ടാന്ന് വെക്കും. ഓണം എനിക്കറിയാം, ഓണം വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. പല കല്യാണങ്ങളും വേണ്ടാന്ന് വെച്ചത് അവനറിയാം. കാരണം കുടുംബസമേതം ഒന്ന് വന്നു പോകണമെങ്കിൽ അവൻ്റെ ശമ്പളം മുഴുവൻ കൊടുത്താലും തികയില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ലാതാവുകയാണ്. അതിന് പേര് രോമന പേര് പറയുമായിരുന്നു. തോന്നിയ പോലെ ചാർജ് കൂട്ടുന്നതിന് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയും. ഫിക്സഡ് പ്രൈസ് അല്ല, ഡൈനാമിക് ആണ്. ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും എന്ന് പറഞ്ഞ പരിപാടിയില്ല. അത് ശരിയാണ്. ബേസിക് റേറ്റ് അവർ കുറക്കൂലല്ലോ ഒരിക്കലും. അവിടുന്ന് മേലോട്ട് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് മേലോട്ട് കയറിപ്പോയുള്ളൂ. ഡബിൾ, ട്രിബിൾ ഒക്കെ ആയി മാറുകയുള്ളൂ. അതുകൊണ്ട് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുന്ന ഈ ഓമനവാക്യം ഉണ്ടല്ലോ, ഇനി ഇന്ത്യയിൽ വേണ്ട. അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്. വളരെ ധീരമായ പ്രഖ്യാപനമാണ് ഇന്ന്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? ഒരു റൂട്ടിൽ ഒരു വിമാന ടിക്കറ്റ് നിങ്ങൾ എന്ന് ബുക്ക് ചെയ്താലും, ഒരു കൊല്ലം മുമ്പ് ബുക്ക് ചെയ്താലും, ഒരു ദിവസം മുമ്പ് ബുക്ക് ചെയ്താലും, ടിക്കറ്റ് സീറ്റ് വേക്കൻ്റ് ആണോ, ഒരു പൈസ ഒരു ചാർജേ വാങ്ങാൻ പറ്റുള്ളൂ. അത് ഗംഭീരമായ തീരുമാനമല്ലേ? ഒരു ചാർജ്. അപ്പോൾ എന്നും ബുക്ക് ചെയ്യാം. എന്ന് ബുക്ക് ചെയ്താൽ കയ്യിൽ കാശുള്ളപ്പോൾ കൊണ്ടുപോയി ബുക്ക് ചെയ്തിടാം. കാരണം അവസാനമാകുമ്പോൾ കൂടുന്നില്ലല്ലോ, അവസാനമാകുമ്പോൾ കുറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. തുടക്കം ഒന്ന് ഇതിപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഒക്ടോബർ 14-നാണ്. ഇന്നു മുതൽ 2.5 മാസം എന്ന് പറഞ്ഞാൽ ഡിസംബർ 31 വരെ, ഈ കൊല്ലം തീരുന്നത് വരെ ഇതിൻ്റെ പൈലറ്റ് ആണ് നടപ്പാക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് ആണ് നടപ്പാക്കുന്നത്. 2, എല്ലാ റൂട്ടിലും ഇപ്പോൾ ഇത് പറഞ്ഞിട്ടില്ല. ഇത് നടപ്പായാൽ കമ്പനികൾക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ, ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ദുബായ് റൂട്ട്, വേറൊന്ന് ഈ ഹൈദരാബാദിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള റൂട്ട്, ഇങ്ങനെയുള്ള ചില റൂട്ടുകൾ സെലക്ട് ചെയ്ത് പറഞ്ഞു. ആ റൂട്ടിലാണ് തൽക്കാലം എപ്പോൾ ഈ ഡിസംബർ 31 വരെ. ഡിസംബർ 31-ന് ശേഷം സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകൾക്കും ഇത് ബാധകമാക്കും. ഇപ്പോൾ പൈലറ്റ് പദ്ധതിയുടെ കാലമാണ് ഒന്ന്. വേറൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഇത് ഡിസംബർ 31 വരെയാണ് പൈലറ്റ് കാലം. അത് കഴിഞ്ഞാൽ പിന്നെ പെർമനൻ്റ് ആവും. വേറൊരു കാര്യം കൂടി ഗവൺമെൻറ് ചെയ്തു. ഇത് ആദ്യം മാതൃക കാണിക്കേണ്ടതാരാ? പ്രൈവറ്റ് കമ്പനികൾ ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് അവർ ചോദിക്കുക എന്താണെന്നറിയോ, ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾ നടപ്പാക്കുമെന്ന. അതിന് ലോകത്തിലെ ഗവൺമെൻറ് കമ്പനികൾ ഒരുപാട് രാജ്യങ്ങൾക്ക് ഔദ്യോഗിക എയർലൈൻ ഉണ്ട്. അവർക്ക് മാതൃകയായി ഇന്ത്യ ഗവൺമെൻറ്. എങ്ങനെ? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ എയർലൈൻ ഉണ്ടോ? ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ എയർലൈൻ എയർ ഇന്ത്യ ആയിരുന്നു. അത് നമ്മുടേതായിരുന്നു, ഇന്ത്യയുടേതായിരുന്നു. അത് ടാറ്റയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു നന്നായി നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴും ഇന്ത്യയുടെ കയ്യിൽ ഒരു കൊച്ചു എയർലൈൻ ഉണ്ട്. കൊച്ചു എയർലൈൻ, പഴയ ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറയില്ലേ, ഡൊമസ്റ്റിക് എയർലൈനുകളൊക്കെ നടത്തിയിരുന്ന, അതിൻ്റെ പേര് അലയൻസ് എയർ എന്നാണ് ഇപ്പോൾ. അത് വിറ്റിട്ടില്ല. അത് ഇന്ത്യയുടെ ആഭ്യന്തരമായ സർവീസിന് വേണ്ടി ആ എയർലൈൻ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അലയൻസ് എയർ എന്നാണ്. 96 മുതൽ അതുണ്ട്. അതെന്താ അതിൻ്റെ പ്രത്യേകത? ഈ ലോകത്തിലെ നമ്മുടെ ഇന്ത്യയിലെ വൻകിട അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലേക്ക് ഇന്ത്യയിലെ കൊച്ചു ഗ്രാമങ്ങളിൽ നിന്ന്, ഗ്രാമമല്ല കൊച്ചു പട്ടണങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കാൻ അങ്ങനെയുള്ള വിമാനങ്ങൾ, ആ സർവീസുകളാണ് ഇവർ നടത്തുന്നത്. ഇപ്പോൾ അവർ 57 സ്ഥലങ്ങളിലേക്ക് ഇൻ ബിറ്റ്വീൻ ഇന്ത്യ. ഇപ്പോൾ ഉദാഹരണത്തിന് കാലിക്കറ്റിൽ നിന്ന്, കോഴിക്കോട്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യത്തിനൊന്ന് കോയമ്പത്തൂർക്ക് പോകണം, അങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് മംഗലാപുരത്തേക്ക് പോകണം. ഇങ്ങനെ കൊച്ചു വിമാനത്താവളങ്ങൾ തമ്മിലുള്ള സെക്ടർ, അങ്ങനെ 57 സെക്ടർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിമാനങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ കമ്പനിക്ക് ഇപ്പോൾ 21 വിമാനങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അലയൻസ് എയർ എന്ന് പറഞ്ഞാൽ ആരുടേതാണ്? ഇന്ത്യ ഗവൺമെൻറ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് സ്വന്തമാണ്. ആദ്യം ഗവൺമെൻറ് ചെയ്ത പണി എന്താ അറിയോ? ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഒരു പാഠമാകട്ടെ. ഞങ്ങൾ ഈ തീരുമാനം, ഞങ്ങളുടെ രാജ്യത്തെ ഒരു റൂട്ടിൽ ഒരു ഫെയർ മാത്രമേ ഉള്ളൂ എന്ന തീരുമാനം ഞങ്ങൾ നടപ്പാക്കുന്നു. അലയൻസ് എയർ നടപ്പാക്കി. ആദ്യം ഗവൺമെൻറ് നടപ്പാക്കി കാണിച്ചു. ഇനി പ്രൈവറ്റ് കമ്പനികൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. മറ്റു ലോകരാജ്യങ്ങളുടെ കമ്പനികൾക്കും പുറകോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസ് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇന്ത്യൻ കമ്പനി വാങ്ങാത്ത റേറ്റ് അവർക്ക് വാങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഗംഭീരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അത്തരം ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് മന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചുകൊണ്ട്, റാംമോഹൻ നായിഡു സിവിൽ വ്യോമയാന മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇന്നതൊക്കെയാണ്. ഒന്ന്, യാത്രയുടെ ജനാധിപത്യവൽക്കരണം. എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റണം. നീ നേരത്തെ പറഞ്ഞ പോലെ
ഓണത്തിന് കൂടാതെ നെഞ്ചത്ത് കൈവച്ച് നിലവിളിക്കുന്ന മനുഷ്യരുണ്ടാവരുത് ജനാധിപത്യവൽക്കരണം. 2, മധ്യവർഗത്തിനും താഴേക്കടയിലുള്ളവർക്കും ഇത് വലിയ താങ്ങായിരിക്കും. കാരണം അവർക്കൊരു കാൽക്കുലേഷൻ പറ്റുമല്ലോ. എനിക്ക് ഇന്ന കൊല്ലത്തിൽ ഞാൻ 2 ദിവസം 2 തവണ പോകുന്നു, അതിൻ്റെ ഫെയർ ഇത്രയാണ്, നമ്മുടെ ബഡ്ജറ്റിൽ വകയിരുത്താൻ പറ്റും. അതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുന്ന ഈ ചൂഷണം ഉണ്ടല്ലോ, അത് ചൂഷണമാണ്. അത് എന്നേക്കുമായി ഇന്ത്യ തിരിച്ചറിഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുന്നത് യാത്രക്കാരെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയ ഉപാധിയാണ്. ആ ചൂഷണം അവസാനിപ്പിച്ചു. ഈ ചൂഷണത്തിനെതിരായി വലിയ വാക്കിൽ വർത്തമാനം പറയുന്നവരൊക്കെ എന്താണ് ഈ ചൂഷണം കാണാത്തത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. ആ ചൂഷണം അവസാനിച്ചത് ആഘോഷിക്കെങ്കിലും വേണ്ടേ, അതൊരു പ്രധാനപ്പെട്ട കാര്യം. വേറൊന്ന്, ഇനി തുടർച്ചയായിട്ട് ഇതിന് തുടർന്ന് വരുന്നൊരു കാര്യം, അതും കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടുകളിൽ നീ എപ്പോഴെങ്കിലും കാപ്പി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. എളുപ്പമല്ല. എയർപോർട്ടുകളിൽ നിന്ന് കാപ്പി കഴിച്ചാൽ നമ്മൾ സ്റ്റാർ ഹോട്ടലുകളെക്കാൾ വലിയ റേറ്റാണ്. പലരും 500 രൂപയ്ക്ക് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടുകൾ പലയിടത്തും. എയർപോർട്ടുകളുണ്ട്, സ്റ്റാർ ഹോട്ടലുകളുണ്ട്. സ്റ്റാർ ഹോട്ടലുകൾക്ക് ചായയുടെ വിലയല്ല, ഹോട്ടലിൻ്റെ വിലയാണ്. അതുപോലെ എയർപോർട്ടുകൾ ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റിയുടേതാണല്ലോ. അതുകൊണ്ട് ഇന്ത്യയുടെ റേറ്റും കേരളത്തിൻ്റെ റേറ്റും ഒന്നും. ഇപ്പോൾ എൻ്റെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പരിസരത്താണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ വീട്. പക്ഷേ അവിടുത്തെ പുറത്തെ ഹോട്ടലിൽ കയറിയാൽ ഞാൻ 12 രൂപ കൊടുത്താൽ മതി ചായക്ക്. പക്ഷേ കാലിക്കറ്റ് എയർപോർട്ടിനകത്ത് കയറിയാൽ ഏറ്റവും ചുരുങ്ങിയത് 50 രൂപ കൊടുക്കണം ചായക്ക്. ആ മാറ്റം ഞങ്ങൾ അവസാനിപ്പിക്കും. ഞങ്ങളുടെ രാജ്യത്തെ എയർപോർട്ടുകളിൽ ഒരു വിലയേ പാടുള്ളൂ. അത് ന്യായമായ വില കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ 12 15 ആക്കാം. എയർപോർട്ടിനകത്ത് വാടകയും കാര്യം അത് ഞങ്ങൾ തീരുമാനിക്കും. എയർപോർട്ടുകളിലെ സാധാരണക്കാർക്ക് കൂടി എയർപോർട്ടുകളിലെ കഫേകളിൽ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം കഴിക്കാൻ സംവിധാനം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിമാനയാത്ര ജനകീയമായി തീരും. വിമാനയാത്ര എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന യാത്രയായി തീരും എന്ന പ്രഖ്യാപനമാണ്. ഒരു പക്ഷേ ഇന്ത്യയിലെ ഇന്ന് വരെയുള്ള ഗവൺമെൻറ്റുകളിൽ എടുത്തിരിക്കുന്ന ഏറ്റവും ജനകീയമായ ജനപക്ഷ തീരുമാനങ്ങളിൽ ഒന്നാണ് ഈ തീരുമാനം. ഈ തീരുമാനം ഇന്ത്യ ആകെ സ്വാഗതം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് ജനവികാരം മനസ്സിലാക്കിയിട്ടുള്ള ഈ തീരുമാനമാണ്. ഈ തീരുമാനത്തിന് ജനങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണയുണ്ടാവും, നമ്മുടെ മാപ്രകൾ എത്രയൊക്കെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.